നമുക്ക് ഫസ്റ്റ് ഒരു ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആരംഭിക്കുന്നത്. എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും രേണുവിനോട് അസൂയുണ്ടോ, അതോ രേണുവിനെ പോലെ ആകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എന്നാണ്. കാരണം രേണു എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അസൂയം കൊണ്ടാണ്. അപ്പൊ രേണു വന്നതുപോലെ നിങ്ങൾക്കും ഇതുപോലെ സെലിബ്രിറ്റി ആകാനോ അല്ലെങ്കിൽ ഇതുപോലെ ലൈവ് ലൈറ്റ് നിൽക്കാനോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എന്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ ശ്രമിക്കുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കമന്റ്, ലൈക്ക് എല്ലാം കൊടുക്കുക. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രേണുസുതി തന്നെയാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് രേണുസുതി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം തീരെ സമയമില്ല, അതുകൊണ്ടാണ് രേണുസുതി സബ്ജക്ട് മാത്രമായിട്ട് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയല്ല, അവർക്ക് 2 മറുപടിയുടെ അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൽബം ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മറവിൽ കുറെ അധികം പേക്കൂത്തുകളാണ് കാട്ടിക്കൂട്ടുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്നെ ദാസേട്ടൻ കോഴിക്കോട് ആ പുള്ളിക്കാരനും കൂടെ വന്നിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ട്. നമുക്ക് വലിയ ന്യായീകരണമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇത് ശരിക്കും പേക്കൂത്താണ്. പേക്കൂത്ത് എന്ന് പറഞ്ഞാൽ മൂതുകൂത്ത് തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് ഒരു തെളിവാണ് എന്റെ കമന്റ് ബോക്സ്. എന്റെ കമന്റ് ബോക്സ് അമ്മാതിരി മാത്രമുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറെ അധികം കമന്റുകൾ എടുത്ത് ഇവിടെ വായിക്കുന്നതായിരിക്കും. വന്നിട്ട് നിങ്ങൾ തന്നെ പറയണം, നിങ്ങൾ ഒരു വിലയിരുത്തണം. ഏക്കായാലും നമുക്ക് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും ഒന്ന് കാണാം. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവൾമാർ കാണിക്കുന്ന ഈ ഒരു കോപ്രായങ്ങൾ കാണിക്കുന്ന പേക്കൂത്തല്ലേ, ഇതിന് ആൽബം എന്നൊക്കെ പറയാൻ പറ്റും. ഒരുമാതിരി ഏപ്പടത്തിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് പോലെ കാണിച്ചു കൂട്ടുന്ന എന്ത് തോന്നിവാസം. അവനവന്റെ വില കളയുക. അവരവരുടെ വില കളയുന്ന ആരാന്നറിയോ? അവനവൻ തന്നെയാണ്. അപ്പം അതെന്നാണേലും രേണുസുതിക്ക് മനസ്സിലാകത്തുമില്ല. രേണുസുതി ഒട്ടും മനസ്സിലായാലൊട്ടും മനസ്സിലാകാത്തവരുടെ നടിക്കുകയും ചെയ്യും. അതുപോലെ രേണുസുതിയുടെ സുഹൃത്തുക്കൾ തന്നെ, ഏതാണ് സജനയും പിന്നെ KL90 വ്ലോഗ്സ് ശ്രീതും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതുങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ റീച്ച് കൂടാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്നറിയില്ല, അവര് വരെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രേണുസുതി എത്രത്തോളം താന്നു പോയിട്ടുണ്ട് എന്ന്. അല്ലെങ്കിലും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, അത്രത്തോളം അധം പതിച്ചു എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. എന്നാണെങ്കിലും ദാസേട്ടൻ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനം കേട്ടിട്ട് 2 മറുപടി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നമുക്ക് നോക്കാം. വിമർശനങ്ങളെ അന്നൊന്നും നമ്മൾ ആ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ പ്രതികരിക്കാറില്ല. പക്ഷേ ഞങ്ങളെ മന്ദാരച്ചേരി എന്നാണ് ആൽബം, ഞങ്ങൾ രേണു ചെയ്ത 2ാമത്തെ ആൽബമാണ്. നല്ല രീതിയിൽ 5 ലക്ഷം വ്യൂസായി നല്ല രീതിയിൽ മുന്നോട്ട് വന്നു. അപ്പം അതിൽ ചില സീനുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സീനുകൾ, ഒരു ഇന്റിമേറ്റ് സീനുകളൊക്കെ ആൽബത്തിന്റെ ഇതിൽ ചേരാത്തതുകൊണ്ട് ഞങ്ങളത് അതിലിടാൻ പറ്റിയില്ല. അതായത് നമ്മൾ വയലിക്കൂടെ വരുന്ന സാധനത്തിന്റെ അടുത്ത് ഇയാൾ ഇവിടെ പറഞ്ഞത് ഒരു ബെഡ്റൂം സീൻ ഉണ്ടായിരുന്നു, അത് ഈ ആൽബത്തിന് ചേരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടില്ല എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഡയറക്ടർ ഒന്നുമില്ലാതെ അന്തവും കുന്തവുമായിട്ടാണോ വരുന്നത്. നമ്മളിപ്പോൾ രേണുവിനെ കുറിച്ചുള്ള ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെയാണ്. നമ്മൾ ആ ക്യാമറ ഓണാക്കി ആ വീഡിയോ സ്പോട്ടിൽ നിങ്ങളോട് എന്റെ മനസ്സിൽ അപ്പം എന്താണോ വരുന്നത്, അതാണ് രേണു എന്നൊരു സബ്ജക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യാം. അതുപോലെയാണ് ഒരു ആൽബം എടുക്കാൻ വരുന്ന ഡയറക്ടർ ചുമ്മാ ഒരു സീൻ അങ്ങ് പിടിക്കുവാണോ? ഇയാൾ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് സീൻ പിടിക്കുകയാണ്, അത് ആ ആൽബത്തിൽ ചേർക്കാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ അത് ഒഴിവാക്കുകയാണെന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സീന് ഉണ്ടാക്കുക, എന്നിട്ട് ഓൺലൈൻ മീഡിയക്കാരെയും വിളിച്ച് ഇതങ്ങ് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക. ഈ പിള്ളേരടക്കം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അതുങ്ങളൊക്കെ ഇത് സ്ലോ മോഷനും ഇവിടെ ഈ ക്ലീവേജ് കാണിച്ചുള്ള ഡ്രസ്സ് ഇടുക്കം വയറ് അത് ഇത് ഉന്തി പിടിച്ചുള്ള കാണിപ്പീര് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു ബാഡ് മെസ്സേജ് ആണ്. ഇത് ഇംപ്ലിമെന്റ് ആയിട്ട് നാളെ ഇതുപോലെ ഒരിക്കുന്ന പല ആൾമാരും ഈ രംഗത്തോട്ട് ഇറങ്ങും. എന്നിട്ട് ഇന്ന് രേണുവിനെ സഹിച്ചാൽ മതി, നാളെ ഒരു 10-100 രേണു ഇതിന് പകരം ഇറങ്ങും. അപ്പൊ ഇതിനെല്ലാം കൂടെ നമ്മൾ സഹിക്കണം. രാവിലെ നേരം വെളുത്ത് നമ്മൾ ഇൻസ്റ്റ തുറന്നിട്ടുണ്ട് ഈ പണ്ടാരത്തിനെ കണി കണ്ടാണ് ഒന്നാമത്തെ കാര്യം ഉണരുന്നത് തന്നെ. അത് രാത്രി കിടക്കാൻ നേരത്താണ് ഈ സംഭവം തന്നെ. ഇത് തുടരെ വരുവാണ്. ഇനി എത്ര രേണുമാർ ഇതുപോലെ മൂത്തിട്ട് ലൈറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ എത്ര ആൾമാര് വരും? ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം, ഇതൊക്കെ ബാൻ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സംഭവം ഇടാണെങ്കിൽ അതിനുള്ള സൈറ്റ് വേറെ സൈറ്റിൽ കൊണ്ടുവരണം. ഈ യൂട്യൂബിനകത്തും ഇൻസ്റ്റയ്ക്കകത്ത് എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്? പിന്നെ ഒരു കാര്യം, നിങ്ങൾ എന്തിനാണ് രേണുവിന്റെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വരുന്നുണ്ട്. എങ്ങനെ പറയായിരിക്കും? ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവരുടെ മെയിൻ സ്ട്രീമാണ്, പിന്നെ ന്യൂസ് 18, പിന്നെ ബട്ടർഫ്ലൈ മീഡിയ, മെയിൻ സ്ട്രീം കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ അധികം ഓൺലൈൻ മീഡിയാസ് ആണ് ഈ ഇൻസ്റ്റയിൽ കടന്ന് ഓടുന്നത്. ഇവിടെ മാത്രമേ വരുന്നുള്ളൂ, ഇവിടെ മാത്രം കുഴഞ്ഞാട്ടവും തുള്ളിച്ചാട്ടവും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കും? ബെഡ്റൂം സീൻ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ആ സീൻ ഞങ്ങൾ മാറ്റി വെച്ചു. ഞങ്ങളെ സമ്മതത്തോടു കൂടിയാണ് ആ സീന് ഡയറക്ടർ ഇട്ടത്. അത് നല്ല രീതിയിൽ വൈറലാവുകയും ചെയ്തു, വിവാദങ്ങളാവുകയും ചെയ്തു. അപ്പം അതൊക്കെ ഓക്കെ, ആ വിവാദങ്ങൾ അംഗീകരിക്കും. പക്ഷെ ഇതിന്റെ വിവാദങ്ങളൊന്നും വന്നത് യൂട്യൂബേഴ്സിന് ആഘോഷിക്കുക അല്ലെങ്കിൽ അവർക്കൊരു കണ്ടന്റ് ചെയ്യാം. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിക്കുന്ന പല മലരന്മാർ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല.
കാര്യം ഇവിടെ ആരും മനുഷ്യ ഇല്ലാത്ത കാര്യം ആരും പറഞ്ഞുകൊണ്ട് വന്നില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഒരു കുടുംബത്തോട് ഇരുന്ന് കാണാൻ പറ്റുന്ന സീനാണ് നീയൊക്കെ അവിടെ ഉണ്ടാക്കി പടച്ചു വെച്ചിരിക്കുന്നത്. ഒരു പിള്ളേർക്ക് കാണാൻ പറ്റുന്ന സീനാണ് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എടാ ഇതൊരു അഭിനയം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ഇതുണ്ടല്ലോ. ഇത് എന്തിനാണ് ആക്രാന്തം മൂത്തിരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് രേണുസുതിക്ക്. സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു, ഒരു ആക്രാന്തം മൂത്തിരിക്കുന്നത്. റിയൽ ലൈഫിൽ പോലും നമ്മളാരും ഇങ്ങനത്തെ പരിപാടികളില്ല. എങ്ങനെ പറയായിരിക്കും, വെറുതെ പറയിപ്പിക്കാണ് നമ്മളെ കൊണ്ട്. നേരെ അഭിനയിച്ചില്ലെങ്കിൽ അഭിനയം അറിയില്ല അറിയട്ടോ നിങ്ങൾക്ക്. ഡയറക്ടറും കൊള്ളാം, നടിയും കൊള്ളാം, നടനും കൊള്ളാം, എല്ലാം കൊള്ളാം. ഇതാണ് ഡയറക്ടർ ആണെങ്കിൽ പുള്ളിക്കാരി ഡയറക്ടർ ചെയ്യുന്ന ഒരു ആൽബമാണ്. പുള്ളിക്കാരി എന്താണ് ഓൺലൈൻ മീഡിയാസിനെ മൊത്തം വിളിച്ചു വരുത്തി അവരുടെ ഷൂട്ടിംഗ് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ഏത് ഡയറക്ടറാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ സാധാരണ കേട്ടുള്ള ഏതൊരു ആൽബം എടുത്താലും അതിനെ വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിവിടെ പേക്കൂത്തുകൾ കുറെ കാണിച്ചു ഓൺലൈൻ മീഡിയാസ് മൊത്തം ഈ തേനുള്ള ഈ പൂക്കളുടെ പുറകെ ബട്ടർഫ്ലൈ ഇരിക്കുമല്ലോ, അതുപോലെയാണ് ഈ രേണുവിന് ചുറ്റുമുള്ള മീഡിയാസ് നടക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ പേക്കൂത്തുകൾ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പറയുന്നത്. പിന്നെ ഇതെല്ലാം പോട്ടെ, ഇനി എന്റെ കമന്റ് ബോക്സിൽ വന്ന കമന്റുകൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഈ കമന്റുകൾ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒരു കമന്റ് വന്നിട്ടുണ്ട്, അതിലൊരു 145 കമന്റും രേണുവിന് അനുകൂലമല്ല. അതുപോലെ തന്നെ ഒരുപാട് ലൈക്കാണ് ഓരോ കമന്റിന്റെ അടിയിലും വരുന്നത്. റോസ് എന്ന് പറഞ്ഞ ചേച്ചി അയച്ചേക്കുന്നത് കാണുന്നവർക്ക് പോലും നാണക്കേട് തോന്നും, കഷ്ടം, അതിന് കുറെ ഇത്. പിന്നെ CCVV എന്ന് പറഞ്ഞ ഒരു ഇതിനകത്ത് വന്ന വീട്ടിനകത്ത് വേണ്ടത് നാട്ടിൽ നടക്കുന്നു. പിന്നെ മിയാമൈ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലോട്ട് വന്ന നിങ്ങൾ നിർത്തും, അവൾ ആരും റിയാക്ട് ചെയ്യാതിരിക്കും, അപ്പോൾ അവൾ നിർത്തും എന്ന് പറയുന്നത്. പക്ഷേ ചേച്ചി ഇത് നമ്മൾ റിയാക്ട് ചെയ്യാതിരുന്നാലും ഇവിടെ മെയിൻ സ്ട്രീംകാർ ഇവിടെ പൊക്കിക്കൊണ്ട് പോകും. കുമാരി വി എന്ന് പറഞ്ഞ ഒരു ചേച്ചി നീണ്ട ഒരു കമന്റ് ഉണ്ട്. എന്റെ പൊന്നു മോളെ, നിനക്ക് കാര്യം കിട്ടിയില്ല, അവൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവൾ ഇത് കാണിക്കുന്നതാണ്. അവളോട് എപ്പോഴും മോണച്ചുകൊണ്ട് നടക്കുന്ന ഒരു കസിൻ ഉണ്ടല്ലോ, അവനാണ് ഈ ക്യാമറയിൽ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ മനഃപൂർവ്വം ചെയ്തതാണ്, എല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണ്, എന്നാലും ഒരു ഉളുപ്പും ഒരു അഭിമാനം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല ചേച്ചി, അതാണ്. പിന്നെ അജിത മാമൻ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന സൈബർ സെല്ലിൽ ഇവൾക്കെതിരെ പരാതിപ്പെടാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെയാണല്ലോ കാണുന്നത്, എങ്ങനെയാണ് പറയാൻ പറ്റുക, അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ അതിനൊക്കെ കുറെ അധികം ലൈക്കാണ് വന്നിട്ടുള്ളത്, ഇഷ്ടം പോലെ ലൈക്ക്. അപ്പൊ എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ നിയോൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരെ മൊത്തം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല, നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗതി കെട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു കമന്റ് ഒക്കെ ഓരോരുത്തർ ഇടുന്നത്. പിന്നെ എന്നെ സിന്ധുകുമാരി എന്ന് പറഞ്ഞ ചേച്ചി അയച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ഈ പെണ്ണുപിള്ളയുടെ പരിപാടി ഒന്ന് നിർത്തി തരുമോ എന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കമന്റിന്റെ അടിയിൽ ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ജ്യോതി എന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് നന്നായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജസ്റ്റിൻ എന്ന് പറഞ്ഞ ചേട്ടൻ വളരെ മോശമായിട്ട് രേണുവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ കമന്റ് ചെയ്തു, ചേട്ടാ പെണ്ണല്ലേ, അത്രയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ സിന്ധു ജോൺ എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ആ മകൻ ഇതൊക്കെ കാണുമ്പോൾ നാണക്കേടില്ലേ ചോദിക്കുന്നത്. എന്ത് നാണക്കേട്? അവക്കൊന്നും അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ അവക്കില്ല. പിന്നെ നമുക്ക് എന്നാ സുഖം. ആതിര E6 എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്. ഇത് സർട്ടിഫിക്കറ്റ് രേണു അഭിനയിക്കുന്നത്, കുടുംബ സ്റ്റോറി എല്ലാം എത്ര കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ 10-34 ലൈക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. അജയ് മാത്യു, വെരി ഗുഡ് എക്സ്പ്ലനേഷൻ, താങ്ക് യു. പിന്നെ സച്ചു എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, സച്ചു 1581. ഇവൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഗൾഫിൽ പോകുമ്പോൾ എന്തഴിഞ്ഞാട്ടം ആയിരിക്കും, അതൊക്കെ നമ്മൾ കുറെ അറിഞ്ഞതാണ്. നമ്മളിവിടെ ഓപ്പൺ ആയിട്ട് ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ആരെങ്കിലും ഇവിടെ ഇടട്ടെ, അപ്പൊ നമുക്കും ഒരു തലക്കാം. ഓക്കെ. പിന്നെ MRUX എന്ന് പറഞ്ഞതിനകത്ത് വന്നിട്ട് ഇത് കാണുന്നതിന് മുമ്പ് ഇവരുടെ ഒരുപാട് സഹതാപം തോന്നിയിരുന്നു, ഇപ്പോൾ അത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അഫ്സൽ അയച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് കറക്റ്റ് കാര്യമാണ് എന്നൊക്കെ വിജയന സുമോൾ KP എന്ന് പറഞ്ഞ കിളവി ലീലാവിലാസം കറക്റ്റാണ്, നമ്മളെ ബോഡി ഷെയിം ചെയ്തതല്ല. കൂത്താട്ടമാണ് ഇത്, മുതുക്ക് കൂത്താട്ടമാണ്. അങ്ങനെ ഒരുപാട് കമന്റ് വായിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊരു 1 മണിക്കൂർ എടുത്ത് വെച്ചിട്ട് ചെയ്യാനുള്ള വീഡിയോ കാര്യങ്ങളുണ്ട്. കമന്റ് വായിച്ചിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് പറയേണ്ടി വന്ന അവസ്ഥ. ഇതൊക്കെയാണ്, ഇതുകൊണ്ടാണ് നാട്ടുകാരും മടുത്തു തുടങ്ങി. ഇവിടെ ഈ പേക്കൂത്ത് കാരണം ഒരുപാട് ആൾക്കാർ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രതിഷേധമാണ് നമ്മുടെ ഈ കമന്റ് ബോക്സ്. പിന്നെ രേണു ഒന്നും കാണുന്നില്ലെന്നാണ് പറയുന്നത്, ചുമ്മാതാണ്. എല്ലാ വീഡിയോയും കുത്തിയിരുന്ന് കാണുന്നുണ്ട്, ഓരോരുത്തരുടെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട്, നമ്മുടെയും കാണുന്നുണ്ട്. എന്താണ് രേണുസുതിയുടെ കൂട്ടുകാരികൾക്ക് വെളിവും വെള്ളിയാഴ്ചയും ഉദിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പം ശ്രീതു ഒക്കെ ആണെങ്കിലും ഇനി രേണുവിനെ സപ്പോർട്ട് ചെയ്യില്ല, ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. സത്യല്ലേ, സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ, പിന്നല്ലാതെ. നല്ല ബെസ്റ്റ് വൈഫ് എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഓർക്കുമ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ ഈ തടലും മസാജിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ ഓരോരുത്തർ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെയാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കുമെന്ന്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഒരു ആശ്വാസം. ഈ പുള്ളി എങ്ങാണ്ട് ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയായിരുന്നു.
ഇങ്ങനെ മരിച്ച നന്നായി കാര്യം. ഹണിമൂൺ എവിടെ ആയിരിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു? ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടില്ല. എവിടെയാ വേണ്ടേ? മോളുടെ ഇഷ്ടം മണാലി പോയാലോ? മണാലി പറഞ്ഞാൽ പോകണ്ട. രേണുവിന്റെ ഫേവറേറ്റ് സ്ഥലം എവിടെയാ? ചങ്ങനാശ്ശേരി. അത് തന്നെ. ഇവിടെ ആ പയ്യനെ ഞാൻ കുറ്റം പറയത്തില്ല, പയ്യനെയും ആ പ്രജീഷിനെ ഇവന്മാരെ ആരെയും കുറ്റം പറയത്തില്ല. ഇവളാണ് ഇങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇന്ന എന്നെ നോക്കിക്കോ, എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ആണുങ്ങളല്ലേ ഒരു പെണ്ണിങ്ങനെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുക. അപ്പൊ അവന്മാരെ ഒന്നും കുറ്റം പറയാനും പറ്റത്തില്ല. അവൻ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്, അവൻ നന്നായിട്ട് വൈറലാകാനും എല്ലാം നോക്കുന്നുണ്ട്. ഇത് ഇവളെ എല്ലാവരും യൂസ് ചെയ്യുവാണ്. കാരണം ഇവളെ വെച്ചിട്ട് കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ കുറെ അധികം പബ്ലിസിറ്റി കിട്ടും. പിന്നെ അവർക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അവർക്ക് അവരുടെ ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇവളെ നന്നായിട്ട് മുതലെടുക്കുകയാണ്. ഇവളെ പലരും എടുത്തിട്ട് ആക്കുന്നുണ്ട്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുത്തിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇനി ഇവർക്ക് മനസ്സിലാകുന്നുണ്ടോ അത് മനസ്സിലാകാതിരിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളൊന്ന് ആലോചിക്കും, നമ്മളൊരു പെണ്ണാണ്, നമ്മളെ പലരും മുള്ളും മുനയും വെച്ച് ഇങ്ങനെ പറയുക. അതൊരു ആരും കേൾക്കാതൊന്നുമില്ല, പബ്ലിക്കായിട്ട് ഇരുന്ന് പറയുക. നമുക്ക് പൊട്ടത്തില്ലേ? നമ്മൾ ശരിക്കും അതിനുള്ള മറുപടി കൊടുക്കത്തില്ല. അത് നമ്മൾ എന്നെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിരിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമോ? എന്നെ ഒന്നും കിട്ടത്തില്ല അതിനൊന്നും. ഞാനൊക്കെ തക്ക മറുപടി അന്നേരം ആ സ്പോട്ടിൽ കൊടുത്തിട്ട് പോരും. തല്ല് കൊടുക്കാനാണ് തല്ല് കൊടുത്തിട്ട് തന്നെ വരും. അതുപോലത്തെ ആയിട്ടോ ഞാനൊക്കെ. ഇത് എന്തൊരു പെണ്ണാണിത്. ഓ, ബാൽക്കണി ഉണ്ടാവോ ഫ്ലാറ്റിൽ? പിന്നെ 2 ബാൽക്കണി ഉണ്ട്. ബാൽക്കണി അവിടെ ഉണ്ട്, പ്രണയിക്കാൻ പറ്റിയ സ്ഥലം ബാൽക്കണി അല്ലേ? അങ്ങനെയൊന്നുമില്ല. പ്രണയം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും പ്രണയിക്കാവുന്നതാണ്. ബാൽക്കണി തന്നെ വേണമെന്നൊന്നുമില്ല. അല്ല, പ്രത്യേക ഒരു ആംബിയൻസ് അല്ലേ? അപ്പുറത്തെ ഫ്ലാറ്റിൽ ആൾക്കാരും കാണും. സുരേഷേട്ട അപ്പുറത്ത് ഫ്ലാറ്റ് എടുക്കും. ഇത്രയും മീഡിയയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അതൊന്നും ഒരു കഷ്ടം തന്നെ, വളരെ കഷ്ടം, പരമ പുച്ഛം. ഹണിമൂൺ എവിടെയാ പോകേണ്ടതെന്ന് പോലും അതിനൊക്കെ വായ്ത്താളം വിടുന്ന രേണുവിനൊക്കെ എന്ത് പറയാനാണ്. ഇനി ഇവളെ ഞാൻ എന്ത് പറയാനാണ് ഗൈസ്? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങ് ഭൂമി തുറന്ന് പാതാളത്തിൽ ഏറ്റവും താഴ്ന്ന തട്ടി വന്നിട്ട് എന്റെയും കൂടെ ഓറ ഇവളെ പറഞ്ഞ് നമ്മുടെ ഒരു ഓറ ഉണ്ടല്ലോ അതും കൂടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അറിയത്തില്ല. കാരണം അതുപോലെ നെഗറ്റീവാണ് നമ്മളും കൂടെ ആകുന്നത് ഇവളെ പറഞ്ഞിട്ട്. ഫ്ലാറ്റ് മേടിക്കും. എന്റെ ജീവിതം ഇവൻ എന്നെ ഏറി കേറ്റും. എവിടെയാണ്? ചേച്ചിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞു. പിന്നെ നമുക്ക് ഫ്ലാറ്റ് എനിക്ക് ഇതിനൊന്നും ഒരു മറുപടി എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വിട്ടുന്ന കളി ഇതിനൊക്കെ തോന്നുന്ന മറുപടി നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിക്കോ. ഇങ്ങനെ പോയ ചേച്ചി ഫ്ലാറ്റ് വാങ്ങുകയും ചെയ്യും, വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും, നാട്ടുകാരടക്കം ആ നാട്ടിലെ ബാൻ ചെയ്യുകയും ചെയ്യും. ഊരുവിലക്കായിരിക്കും മിക്കാറും. ചേച്ചി ഇങ്ങനെ പോയാൽ റെസ്റ്റ് എടുക്കേണ്ടി വരും. ഒരു നീണ്ട കാലത്തെ റെസ്റ്റ് ആയിരിക്കുമെന്ന് മാത്രം. അതുപോലത്തെ രീതിയിലാണ് ചേച്ചിയുടെ പെർഫോമൻസ് പോകുന്നത്. അങ്ങ് നിന്ന് കൊടുക്കുകയാണ്.